وبركاته. MT അബ്ദുറഹ്മാൻ മൗലവി 1919 ജൂലൈ 1 പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂമിന്റെ സന്താന പരമ്പരയിൽ ജനനം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ വാഴക്കാട് പ്രദേശത്ത് 1 മാസം നീണ്ടുനിന്ന പ്രഭാഷണത്തിലൂടെ ഇസ്ലാഹിന്റെ കർമ്മഭൂമിയിൽ അദ്ദേഹം പ്രവേശിച്ചു. മർഹൂം പി സയ്യിദ് മൗലവി, KP മുഹമ്മദ് മൗലവി, എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി തുടങ്ങിയ പണ്ഡിതന്മാർ MTയുടെ ശിഷ്യന്മാരിൽ ചിലരാണ്. മതഭൗതിക വിഷയങ്ങളിൽ ഒരേപോലെ പാണ്ഡിത്യം നേടിയ MT ഒരു കാലത്ത് കേരളം മുഴുവൻ സഞ്ചരിച്ച് വിശുദ്ധ ഖുർആൻ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പ്രാതിനിധ്യം വഹിച്ച പണ്ഡിതൻ. MT വിഷൻ അവതരിപ്പിക്കുന്നു ജിന്ന്, പിശാച്, സിഹർ. പ്രാർത്ഥന, പൂജ, ആരാധന, സഹായം തേടൽ. പ്രാർത്ഥന മനുഷ്യ കഴിവിനതീതവും സൃഷ്ടി കഴിവിനതീതവും. വാനലോകത്തെ പിശാചിന്റെ കട്ടുകേൾവി പ്രവാചകത്വത്തിന്റെ മുമ്പും പിമ്പും. മറഞ്ഞ വഴി വൈബാകുന്നതും അല്ലാത്തതും. വിശുദ്ധ ഖുർആൻ, ഹദീസ്, ദുർവ്യാഖ്യാന നിഷേധവും തുടങ്ങി വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ഇടക്കാലത്ത് പാമര ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ച മടവൂർ വിഭാഗം നേതാക്കൾക്കിടയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന അഭിപ്രായ വൈരുദ്ധ്യങ്ങളും അബദ്ധങ്ങളും അവരുടെ തന്നെ പ്രഭാഷണങ്ങളും പ്രസിദ്ധീകരണങ്ങളും മാത്രം അവലംബമാക്കി അനാവരണം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് വാഴക്കാട്ടെ പ്രമുഖ മുജാഹിദ് പണ്ഡിതൻ മർഹൂം MT അബ്ദുറഹ്മാൻ മൗലവിയുടെ മകനും വാഴക്കാട്ടെ മടവൂർ വിഭാഗത്തോടൊപ്പം ഒരു പതിറ്റാണ്ടോളം സഹകരിച്ച് പ്രവർത്തിച്ച MT അബ്ദുറൌഫ് ഇനായത്തുള്ളയും അദ്ദേഹത്തിന്റെ മകൻ MT ആരിഫ് റിയാദുമാണ്. ഈ ഡോക്യുമെന്ററി വിശിഷ്യ മടവൂർ വിഭാഗം നേതാക്കളുടെയും പൊതുജനങ്ങളുടെയും അറിവിനും പഠനത്തിനും വിശ്വാസ വിചിന്തനത്തിനും വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇമെയിൽ mt.vision@yahoo.com. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. മനുഷ്യരെ, ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാകുന്നു. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാകുന്നു. അതിനാൽ അവനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കുക. അവൻ തന്റെ പക്ഷക്കാരെ ക്ഷണിക്കുന്നത് അവർ നരകാവകാശികളുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇടക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും മടവൂർ വിഭാഗം ശക്തമായി വിമർശിച്ചതുമായ പല വിഷയങ്ങളിലും സംഭവിച്ച ആദർശ വൈകല്യങ്ങൾ തുറന്നു കാട്ടുകയാണിവിടെ. സത്യവിശ്വാസികളുടെ മേൽ പിശാചിന് യാതൊരു സ്വാധീനവുമില്ലെന്നും മനുഷ്യ മനസ്സിൽ വസ്വാസുണ്ടാക്കുക അഥവാ ദുർബോധനം നടത്തുകയല്ലാതെ ഭൗതികമായ യാതൊന്നും പിശാചിന് ചെയ്യാൻ കഴിയില്ലെന്നും അള്ളാഹു എന്ന ചിന്ത ഉണ്ടെങ്കിൽ പിശാചിന്റെ വസ്വാസും അഥവാ ദുർബോധനവും മനുഷ്യരെ ബാധിക്കില്ലെന്ന് വാദിക്കുന്ന സലാം സുലമി അടക്കമുള്ള വിഭാഗത്തോട് പിശാച് മനുഷ്യരിൽ വസ്വാസുണ്ടാക്കുന്നത് ഭൗതികമായിട്ടാണോ അതോ അഭൗതികമായിട്ടാണോ എന്ന് ചോദ്യം ചെയ്തപ്പോൾ സലാം സുലമി പറയുന്നത് അത് കേവലം ആത്മീയം മാത്രമാണെന്നാണ്. എന്നാൽ ആത്മാവും ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന്, ആത്മാവിന്റെ പ്രശ്നം മനസ്സിനെയും മനസ്സിന്റെ പ്രശ്നം ശരീരത്തെയും ബാധിക്കുമെന്ന് മനുഷ്യരുടെ വിശ്വാസത്തിലും അനുഷ്ഠാന കർമ്മങ്ങളിലും അത് പ്രകടമാവുമെന്ന് ചെറിയ മുണ്ടം വാദിക്കുന്നു. എന്ന് മാത്രമല്ല, മനുഷ്യ മനസ്സിൽ ദുർബോധനം നടത്തുകയല്ലാതെ ഭൗതികമായ കാര്യങ്ങളിലൊന്നും പിശാചിന് ഇടപെടാൻ കഴിയുകയില്ല എന്നതാണ് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ബഹുമാന്യ പണ്ഡിതൻ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ശബാബിൽ വ്യക്തമാക്കുന്നു. അതുപോലെ പിശാച് മനുഷ്യനെ ആദ്യമായി തെറ്റിക്കുന്നത് അവന്റെ വിശ്വാസത്തിലാണ്. 100% തൗഹീദുള്ള വിശ്വാസിയെയാണ് പിശാച് അവന്റെ ശർറിന് ഏറ്റവും കൂടുതൽ വിധേയരാക്കുക, സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്ന്.
മനുഷ്യനെ വശീകരിക്കുവാൻ പിശാച് അവന് സാധ്യമാകുന്ന മുഴുവൻ മാർഗങ്ങളും സ്വീകരിക്കുമെന്നും മനുഷ്യരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലത് ഇടത് ഭാഗങ്ങളിലൂടെ അഥവാ ഒരു മനുഷ്യന്റെ എല്ലാ ഭാഗത്തിലൂടെയും അവനിൽ പ്രവേശിക്കാമെന്നും അവന്റെ കർമ്മത്തിൽ, അവന്റെ വിശ്വാസത്തിൽ, അവന്റെ നോട്ടത്തിൽ, അവന്റെ ചിന്തയിൽ, അവന്റെ മറ്റു ചില പെരുമാറ്റങ്ങളിൽ, എല്ലാ രംഗങ്ങളിലും അഷ്ടദിക്കിലൂടെ മനുഷ്യനിൽ ചെന്നെത്തുവാൻ ഇബ്ലീസിന് കഴിയുമെന്നും മടവൂർ വിഭാഗത്തിലെ തന്നെ മറ്റു പ്രഗത്ഭരായ പലരും വാദിക്കുന്ന സ്ഥിതിക്ക് പിന്നെ എന്തിനായിരുന്നു ഈ വിഷയത്തിലെ വിവാദങ്ങൾ? അതിനുവേണ്ടി ചിലവിട്ട സമയവും സമ്പത്തും അധ്വാനവും എന്തിനു വേണ്ടിയായിരുന്നു? ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അധികവും മടവൂർ വിഭാഗത്തിലെ നേതാക്കൾ അംഗീകരിക്കുകയും പ്രസംഗിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഈ വിഷയത്തിൽ വിവാദങ്ങൾ ആവശ്യമോ അനാവശ്യമോ? ഈ ഡോക്യുമെന്ററി കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തുക. തുടർന്ന് സിഹറുമായി ബന്ധപ്പെട്ടും മറ്റും മടവൂർ വിഭാഗത്തിലെ ഒരു ന്യൂനാൽന്യൂനപക്ഷം പ്രമാണങ്ങളെ വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനം നടത്തിയും കേരളക്കരയിൽ ഉണ്ടാക്കിയിട്ടുള്ള അങ്കലാപ്പുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സത്യം പോലെ ഗ്രഹിക്കണമെന്ന സൽബുദ്ധിയോടെ ഇനി കാണാൻ പോകുന്ന ഭാഗം സശ്രദ്ധം ശ്രവിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രത്യേകം വിശദീകരണങ്ങളൊന്നും കൂടാതെ ഈ CD നിങ്ങളുടെ പഠനത്തിനായി ഇതാ നിങ്ങളുടെ കൈകളിലേക്ക്. സമൂഹത്തിൽ എക്കാലത്തും വസ്വാസുണ്ടാക്കുന്ന ഈ സംഗതികൾ യഥാവിധി മനസ്സിലാക്കി നിർമ്മല മനസ്സോടെ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹാ لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. പിശാച് മനുഷ്യനെ ആദ്യമായി തെറ്റിക്കുന്നത് അവന്റെ വിശ്വാസത്തിലാണ്, ഈമാനിലാണ്. ഈമാൻ തെറ്റിയാലേ മനുഷ്യൻ ശാശ്വതമായി നരകത്തിൽ കിടക്കും. പിശാച് മനുഷ്യനെ ആദ്യമായി തെറ്റിക്കുന്നത് അവന്റെ വിശ്വാസത്തിലാണ്, ഈമാനിലാണ്. ഈമാൻ തെറ്റിയാലേ മനുഷ്യൻ ശാശ്വതമായി നരകത്തിൽ കിടക്കുക. ഈമാനില്ലാത്ത മനുഷ്യനാണ് ശാശ്വതമായി നരകത്തിൽ കിടക്കുക. അപ്പൊ ശൈത്താൻ ആദ്യം പണിയെടുക്കുന്നത് മനുഷ്യന്റെ ഈമാനിൽ കളങ്കമുണ്ടാക്കാൻ. ശൈത്താൻ ചെന്നുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ സമൂഹത്തിൽ അദ്ദേഹം നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ സമൂഹത്തിൽ എന്താണ് വ്യതിയാനം ഉണ്ടാക്കിയെന്നറിയാം. പിശാച് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരെയാണ് വല്ലാണ്ട് ദ്രോഹിക്കാൻ വരിക? അവന്റെ ശരീരനെ ലക്ഷ്യമാക്കുക. അത് പറയാൻ എനിക്ക് പിശാചേറ്റ് നേർക്ക് ബന്ധമൊന്നുമില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ നമ്മൾ പഠിക്കുക ആരെയാണ്. നമ്മൾ സാധാരണഗതി നമ്മളെ ചിന്ത വരിക കുരുത്തം കെട്ടോരെ പിന്നാലല്ലേ ശൈത്താൻ ഉണ്ടാവുക? അല്ല, പിശാച് ഉണ്ടാവുക നിങ്ങളെ ഒപ്പ, എന്റെ ഒപ്പ, മുവഹീദുകളെ ഒപ്പ. അല്ലാഹനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, മറ്റൊന്നിനെയും ഞാൻ ആരാധിക്കയില്ല, പ്രാർത്ഥിക്കയില്ല. റബ്ബുൽ ആലമീനായ തമ്പുരാനല്ലാതെ എന്റെ ജീവിതത്തിലെ ശിക്ഷാരക്ഷകൾക്ക് സാധിക്കയില്ല എന്ന് 100% തൗഹീദ് ഉറച്ചു നടക്കുന്ന മനുഷ്യന്മാരാണ് ശൈത്താന്റെ ശർറിന് ഏറ്റവും അധികം വിധേയാവുക. എനിക്ക് തെളിവുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്ക്, ശൈത്താൻ തന്നെ സാക്ഷാൽ ഇബ്ലീസ് തന്നെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല എന്ന്. പിന്നെന്താ ചെയ്തത്? പ്രേരിപ്പിച്ചു, ക്ഷണിച്ചു, ദുർബോധനം നടത്തി. അപ്പൊ നിങ്ങൾ അതിന് വശംവദരായി നിങ്ങൾ എനിക്ക് ഉത്തരം നൽകിയെന്ന്. അതല്ലാതെ മറ്റൊരു തരത്തിലും നമ്മെ സ്വാധീനിക്കുവാനുള്ള കഴിവ്, ശാരീരികമായി നമ്മെ ഉപദ്രവിക്കുവാനുള്ള കഴിവ്, ആ വിധത്തിൽ നമ്മെ കീഴ്പ്പെടുത്തുവാനുള്ള കഴിവ് ശൈത്താനില്ല എന്ന് ശൈത്താൻ തന്നെ വിശദീകരിച്ചു. ഒരു മനുഷ്യന്റെ എല്ലാ ഭാഗത്തിലൂടെയും അവനിൽ പ്രവേശിക്കാം. അവന്റെ കർമ്മത്തിൽ, വിശ്വാസത്തിൽ, അവന്റെ നോട്ടത്തിൽ, അവന്റെ ചിന്തയിൽ, അവന്റെ മറ്റിതര പെരുമാറ്റങ്ങളിൽ, എല്ലാ രംഗങ്ങളിലും അഷ്ടദിക്കിലൂടെ മനുഷ്യനിൽ ചെന്ന് എത്തുവാൻ ഇബ്ലീസിന് കഴിയുന്നു. ഒരു മനുഷ്യന്റെ എല്ലാ ഭാഗത്തിലൂടെയും അവനിൽ പ്രവേശിക്കാം. അവന്റെ കർമ്മത്തിൽ, വിശ്വാസത്തിൽ, അവന്റെ നോട്ടത്തിൽ, അവന്റെ ചിന്തയിൽ, അവന്റെ മറ്റിതര പെരുമാറ്റങ്ങളിൽ, എല്ലാ രംഗങ്ങളിലും അഷ്ടദിക്കിലൂടെ മനുഷ്യനിൽ ചെന്ന് എത്തുവാൻ ഇബ്ലീസിന് കഴിയുന്നു. പിശാച് മനുഷ്യനെ വഴിപിഴപ്പിക്കുമെന്നും ഉപദ്രവിക്കുമെന്നും ഖുർആനും ഹദീസും പറയുന്നു. ഭൗതികമായ രീതിയിലാണോ അഭൗതികമായ രീതിയിലാണോ ഉപദ്രവിക്കുക എന്ന് വ്യക്തമാക്കാമോ? അതായത് ഞാൻ പറഞ്ഞ പിശാചിന് ശാരീരിക ഉപദ്രവമൊന്നും ചെയ്യാൻ പറ്റില്ല. ആത്മീയ എന്നാണ് തെറ്റ് ചെയ്യാൻ പ്രേരണ ഉണ്ടാക്കുക. പിശാച് മനുഷ്യനെ വഴിപിഴപ്പിക്കുമെന്നും ഉപദ്രവിക്കുമെന്നും ഖുർആനും ഹദീസും പറയുന്നു.
ഭൗതികമായ രീതിയിലാണോ അഭൗതികമായ രീതിയിലാണോ ഉപദ്രവിക്കുക എന്ന് വ്യക്തമാക്കാമോ? അതായത് ഞാൻ പറഞ്ഞ പിശാച്ചിന് ശാരീരിക ഉപദ്രവമൊന്നും ചെയ്യാൻ പറ്റില്ല. ആത്മീയ എന്നാണ് തെറ്റ് ചെയ്യാൻ പ്രേരണ ഉണ്ടാക്കുക. പിശാച്ചിന്റെ എന്ത് തന്ത്രം ദുർബല. ഇനി പിശാച്ചിനെ പറയാം ആ കാനലി അലൈക്കും സുൽത്താൻ ഇല്ലാത്തക്കും ഫസ്തപിച്ചത് വലാ തെലൂമൂനി വലൂമാം ഫുസക്കും. നിങ്ങളെ തെറ്റ് സ്വാധീനിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഇങ്ങനെ വിമർശിക്കട്ടെ കേട്ടോ, നിങ്ങളെ തന്നെ വിമർശിച്ചോളിന്ന. ആ പിശാച്ചിന് സ്വാധീനിക്കാനുള്ള കഴിവില്ല. മണ്ണെണ്ണ അല്പം പോരാ, അതിനെ കെടുത്താനുള്ള നല്ല ഫയർ എഞ്ചിൻ നമുക്ക് തന്നിക്കണേ. അത് ദൈവം അള്ളാഹുള്ള ചിന്ത എന്നർത്ഥം. ശൈത്താൻ തന്നെ സാക്ഷാൽ ഇബ്ലീസ് തന്നെ വളരെ വ്യക്തമാക്കുന്നുണ്ട്, വമാ കാനലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല എന്ന്. ഈ പിശാചിനെ പറയാം ആ കാനലി അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാത്തക്കും ഫസ്തപിച്ചത് വലാ തെലൂമൂനി വലൂമാം ഫുസക്കും. നിങ്ങളെ തെറ്റ് സ്വാധീനിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഇങ്ങനെ വിമർശിക്കട്ടെ കേട്ടോ, നിങ്ങളെ തന്നെ വിമർശിച്ചോളിന്ന. ആ പിശാച്ചിന് സ്വാധീനിക്കാനുള്ള കഴിവില്ല. മണ്ണെണ്ണ അല്പം പോരാ, അതിനെ കെടുത്താനുള്ള നല്ല ഫയർ എഞ്ചിൻ നമുക്ക് തന്നിക്കണേ. അത് ദൈവം അള്ളാഹുള്ള ചിന്ത എന്നർത്ഥം. അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒയ്ബിയായ ഒരു മേഖലയിൽ നടക്കുന്ന ഒരു വിഷയം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നാൽ ജനിക്കുന്ന സമയം തൊട്ട് മുതൽക്ക് തന്നെ പിശാച് നിങ്ങളെ സ്വാധീനിക്കാനോ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ മെനക്കെടുന്നുണ്ട് എന്ന ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇവരൊന്നും ഏതെങ്കിലും കാനമിന്റെ ചില പ്രാസംഗികന്മാർന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? അവൻ നിങ്ങളെ ഈ വ്യതിചലിപ്പിക്കാൻ, ഈമാനിൽ നിന്ന് തെറ്റിപ്പിക്കാൻ എന്താണ് ചെയ്യുക? അത് ഖുർആൻ പറഞ്ഞത് അവൻ നിങ്ങളുടെ മുന്നിലൂടെ വരുന്നതാണ്. നേർക്ക് നേരെ മുന്നിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരും. പിൻഭാഗത്തുകൂടി നിങ്ങളെ സമീപിക്കാം, വലത് ഇടത് ഭാഗത്തുകൂടിയും വരാം. അതിന്റെ അർത്ഥം ഒരു മനുഷ്യന്റെ എല്ലാ ഭാഗത്തിലൂടെയും അവനിൽ പ്രവേശിക്കാം. അവന്റെ കർമ്മത്തിൽ, വിശ്വാസത്തിൽ, അവന്റെ നോട്ടത്തിൽ, അവന്റെ ചിന്തയിൽ, അവന്റെ മറ്റിതര പെരുമാറ്റങ്ങളിൽ, എല്ലാ രംഗങ്ങളിലും അഷ്ടദിക്കിലൂടെ മനുഷ്യനിൽ ചെന്ന് എത്തുവാൻ ഇബ്ലീസിന് കഴിയുന്നു. ഇവരൊന്നും ഏതെങ്കിലും കാനമിന്റെ ചില പ്രാസംഗികന്മാർന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ഇനി നോക്ക്, ഈ പറയപ്പെട്ട ആളുകൾ തന്നെ ഇനിയും ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലേതാനും ചിലത് മാത്രം സമയത്തിന്റെ ദൗർബല്യ നിമിത്തം ഏതാനും ചിലത് മാത്രം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുകയാണ്. ശൈത്താൻ നമ്മളുടെ ജീവിതത്തിൽ ദുർബോധനം നടത്താനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് ബഹുമാന്യനായ സലാം സുല്ലമി വിശദീകരിച്ചപ്പോൾ ചെറിയ മുണ്ടം എഴുതിയിട്ടുള്ളത് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവർത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. അതായത് ഞാൻ പറഞ്ഞ പിശാച്ചിന് ശാരീരിക ഉപദ്രവമൊന്നും ചെയ്യാൻ പറ്റില്ല. ആത്മീയ എന്നാണ് തെറ്റ് ചെയ്യാൻ പ്രേരണ ഉണ്ടാക്കുക. ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതിക കാര്യങ്ങളിലൊന്നും പിശാചുക്കൾക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്ന ധാരണക്ക് യാതൊരു തെളിവുമില്ല. എന്നാൽ അതിന്റെ തൊട്ട് താഴെ ആ വരിയോട് തന്നെ തുടർന്ന് ചെറിയ മുണ്ടം എഴുതിയിട്ടുള്ളത് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവർത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. ഇവിടെ രണ്ടു കൂട്ടരും ലേഖനങ്ങളിൽ എന്ത് എഴുതിയതെന്നുള്ളതല്ല പ്രശ്നം. പിശാചിന് ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ തമ്മിലുള്ള വിഷയം. അത് കേന്ദ്രമിന്റെ പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ അത് നിങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നുള്ള വാദമാണ് പറയാം. അതുപോലെ അത് ഉദ്ധരണിക ശബാബിൽ നിന്നും അതുപോലെ തന്നെ അവിടെ നേരിട്ട് അണ്ടർലൈൻ ചെയ്ത് കൊടുത്ത ഭാഗം മാത്രം വായിച്ചു എന്നുമാണ് പറഞ്ഞത്. അത് ബാക്കി താഴെ വായിച്ചില്ല, മുകൾ വായിച്ചില്ല എന്നൊക്കെ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. പക്ഷേ അണ്ടർലൈൻ ചെയ്യാത്തതും ഉള്ളായിട്ടുള്ളതും ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹദീസ് സമാഹാരം വാല്യം 1 വിശ്വാസം. ചീഫ് എഡിറ്റർ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ്, അസോസിയേറ്റ് എഡിറ്റർ എം അബ്ദുസലാം സുല്ലമി, കൺസൾട്ടിംഗ് CP ഉമർ സുലൈം, അങ്ങനെ കുറെ പേരുടെ പേരുണ്ട്. അതിലുള്ള ഒരു ഹദീസാണ് വായിക്കുന്നത്. 590 പേജ് 763 നമ്പർ ഹദീസ്. അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹുവിന്റെ ഭാര്യ സൈനബ പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരാറുണ്ടായിരുന്ന ഒരു കിഴവി ചെങ്കണ്ണിനെ മന്ത്രിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നീണ്ട കാലുകളുള്ള ഒരു കട്ടിലുണ്ടായിരുന്നു. അബ്ദുള്ള വീട്ടിൽ കടന്നു വരുമ്പോൾ തൊണ്ടയനക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് ആ കിഴവി മറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊന്ന് വിശദീകരിക്കാം. അതിൽ അവസാനമായിട്ട് ഞാൻ അതിനെ മന്ത്രിച്ചാൽ കണ്ട എന്റെ ബാക്കിയാണ് അതിന് മുഖമായ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അബ്ദുല്ലാഹിബിനോട് അദ്ദേഹം പറഞ്ഞു, അത് പിശാചാകുന്നു. അവനെ നീ അനുസരിച്ചാൽ നിന്നെ അവൻ വെറുതെ വിടും. നീ അവനെ ധിക്കരിച്ചാൽ വിരൽ കൊണ്ട് അവൻ നിന്റെ കണ്ണിൽ കുത്തും.
പക്ഷെ അള്ളാഹുവിന്റെ ദൂതൻ ചെയ്തതുപോലെ നീ ചെയ്തിരുന്നുവെങ്കിൽ അത് നിനക്ക് ഉത്തമവും രോഗശമനം ലഭിക്കുന്ന അനുയോജ്യവുമായി അങ്ങനെ പ്രവാചക ദിക്കുകൾ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കഴുത്തിൽ ഒരു ചരട് കണ്ടു. അപ്പൊ ചോദിച്ചു, അല്ല നിന്റെ ഈ കഴുത്തിലിപ്പോ എന്താ ഒരു ചരട് കാണുന്നത്? അതെ, അത് ഞാനിന്ന് രാവിലെ ഇന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ വഴി മധ്യേ ഒരാള് എതിരെ വരുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ ആപാത ചൂട് ഇങ്ങനെ നോക്കി. അയാൾ എന്നെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ എന്റെ രണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. കണ്ണീർ ബാധിച്ചതാണ്. ഇങ്ങനെ ബാധിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി മന്ത്രിപ്പിച്ച് കെട്ടിയതാണിത്, ശമനം ഉണ്ടാകാൻ വേണ്ടി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കഴുത്തിൽ ഒരു ചരട് കണ്ടു. അപ്പൊ ചോദിച്ചു, അല്ല നിന്റെ ഈ കഴുത്തിലിപ്പോ എന്താ ഒരു ചരട് കാണുന്നത്? അതെ, അത് ഞാനിന്ന് രാവിലെ ഇന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ വഴി മധ്യേ ഒരാള് എതിരെ വരുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ ആപാത ചൂട് ഇങ്ങനെ നോക്കി. അയാൾ എന്നെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ എന്റെ രണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. കണ്ണീർ ബാധിച്ചതാണ്. ഇങ്ങനെ ബാധിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി മന്ത്രിപ്പിച്ച് കെട്ടിയതാണിത്, ശമനം ഉണ്ടാകാൻ വേണ്ടി. അപ്പം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആല് മസ്ഊദിന്റെ കുടുംബത്തിൽ ഇത് ചേർന്നതല്ലല്ലോ, ഇത് നീ പൊട്ടിച്ചു കളയുക. ഇന്നമായക്ക് നിനക്ക് മതിയാകുമായിരുന്നു അള്ളാഹുവിന്റെ ദൂതൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നിനക്ക് മതിയാകുമായിരുന്നു. നിനക്കൊരു വിഷമത ഉണ്ടായാൽ നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. ഈ വിഷമതയ്ക്ക് എന്താണ് പറയേണ്ടത്? അദ്ഹിബിൽ ബഅ്സ റബ്ബന്നാസ്, മനുഷ്യരുടെ പ്രയാസങ്ങളെ നീക്കം ചെയ്യാൻ കഴിവുള്ള നാഥ, ഈ പ്രയാസത്തെ എന്നിൽ നിന്ന് നീ ദൂരീകരിക്കണമേ. വഷ്ഫി അന്ത ഷാഫി, നീയാണ് സുഖമേകുന്നവൻ, എനിക്ക് നീ സുഖം നൽകണം. നീ സുഖമേകിയാൽ ഒരിക്കലും അതിന് ഒരു അല്പം പോലെ അംശം അസുഖത്തിൽ ബാക്കി നിൽക്കുകയില്ല എന്ന റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന നിനക്ക് മതിയാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ നടപടിക്രമത്തെ അപലപിക്കുകയും അത് പൊട്ടിച്ചു കളയുകയും ചെയ്തു. ഇതൊരു രംഗമാണ്. ജിന്ന് കണ്ണില് കുത്തിയിട്ട് രോഗം മുറിവുണ്ടാക്കുന്ന നിങ്ങളെ കുത്തിക്കണ ജിന്ന് കണ്ണില്, നിങ്ങളെ കണ്ണില് ജിന്നെപ്പോഴും കുത്തിയിട്ട് മുറിതായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം, ഞാൻ ചോദിക്കാണ്, ആ വിശദീകരിക്കാണ്. അപ്പൊ ഹദീസ് ഞാൻ ആദ്യം കണ്ണിൽ കുത്തും എന്നുള്ളതല്ല പ്രശ്നം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കാക്കാം. നിൽക്ക്, ഞാൻ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞേ, പിശാചിന്റെ കഴിവ് പിശാച് ഭൂരിപക്ഷത്തിൽ എന്താവും പ്രയോഗിക്കും. അത് ഖുർആനും സുന്നത്തും പിശാചും പറഞ്ഞതാണ്. ആ പിശാചിന് ഒരുത്തന്റെ കണ്ണിൽ കുത്തി മുറിവേൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു സംഭവം ഹദീസിന് മാത്രമല്ല സംഭവം, ഭൂരിപക്ഷം മുസ്ലിംകളെ ഇതിൽ ഇതാക്കണം. പിന്നെ ഹദീസിന്റെ അവസ്ഥ, ഞാൻ അതിന്റെ അവസ്ഥ എഴുതിയിട്ട് കൊടുത്തിരുന്നു ഹദീസ് പ്രസിദ്ധീകരിക്കുന്ന മുമ്പ്. പക്ഷെ അത് അടിക്കുറിപ്പ് കൊടുക്കല് വിട്ടതാണ്. കാരണം ആ ഹദീസ് ഉദ്ധരിക്കുന്നത് ഒരു റിപ്പോർട്ടിൽ അബൂദാബിന്റെ ഇബ്നു മാജ ഉദ്ധരിച്ചു. ഒന്ന് ഇബ്നു ഉഖ്തി സൈനബ, സൈനബന്റെ ഒരു സഹോദരന്റെ മകൻ എന്ന, അത് ഏതാണെന്ന് അറിയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ഇബ്നു അഖിൽ സൈനബ, ഇബ്നു അഖിൽ സൈനബന്റെ ഒരു സഹോദരന്റെ മകള്, മറ്റൊരു ഇപ്പോൾ സഹോദരന്റെ മകള്, ഏതായാലും ചങ്ങായി ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് അവനിൽ മഹ്മൂദിൽ വരെ ആ ഷറയിൽ എന്താണ് ആ ഹദീസ് പോക്കാണ്, ദുർബലാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ എഴുതിയിട്ട് എന്താണ് കുറിപ്പ് കൊടുത്തി. അതുകൊണ്ട് ഹദീസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് ഒഴിവാക്കാതെ പ്രസിദ്ധീകരിച്ചതാണ്. അടുത്ത എഡിഷൻ വരും അത് ആ കുറിപ്പ് ഞാൻ എഴുതി കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് KP സെക്രട്ടറിക്ക് വിളിച്ചാൽ മതി. ഞാൻ അങ്ങനെ കുറിപ്പ് കൊടുത്തിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ ഹദീസ് മാറ്റണം എന്ന് പറഞ്ഞിരുന്നോ. പോക്കാണ്, മാർവളിയായ ഹദീസാണ് അത് എന്നർത്ഥം. അത് വൈരുദ്ധ്യമുണ്ട്, ദുർബലതയുണ്ട്. ഒന്ന് ഇബ്നു ഉഖ്തി സൈനബ റിപ്പോർട്ടിൽ, ഒന്ന് ഇബ്നു അഖിൽ സൈനബ, ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് അബൂദാബിന്റെ പ്രധാന ഗ്രന്ഥ അബ്ദുൽ മഹ്മൂദിൽ തന്നെ അത് ദുർബലാന്ന് പറഞ്ഞിട്ടുണ്ട്. പിശാചിന് നമ്മളുടെ മനസ്സിൽ ദുർബോധനം നടത്താനേ സാധിക്കുകയുള്ളൂ. ശൈത്താന് നമ്മളുടെ ജീവിതത്തിൽ ദുർബോധനം നടത്താനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് ബഹുമാന്യനായ സലാം സുലമി വിശദീകരിച്ചപ്പോൾ, അങ്ങനെ സംസാരം ഇങ്ങനെ നടന്നു വന്നപ്പോ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കത്തൊക്കെ അയച്ച് ബിൽഖീസ് രാജ്ഞി വരാനുള്ള ഒരുക്കായപ്പോ സുലൈമാൻ നബി ചോദിച്ചു, അവരെ ഒന്ന് വണ്ടടിപ്പിക്കണല്ലോ, എന്താ പരിപാടി? ആ രാജ്ഞിയുടെ കൊട്ടാരമുണ്ട്, യമനിലെ കൊട്ടാരം, അതാരാണ് ഫലസ്തീനിൽ എത്തിക്കുക? ജിന്നുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കാ എത്തിക്കാൻ പറ്റുക? അപ്പൊ കാല ഇഫ്രീത്ത് മിനൽ ജിൻ, ജിന്നുകളെ കൂട്ടത്തിലെ ഇഫ്രീത്ത് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് എത്തിക്കാറുണ്ട്.
അതിനേക്കാൾ മുമ്പ് ഞാൻ എത്തിക്കാലോ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുകയും എത്തിക്കുകയും ചെയ്തു. ഓർക്കുമല്ലോ, ഒരു സാധനം വേണമെങ്കിൽ യമനിൽ നിന്ന് ഫലസ്തീനിൽ എത്തിക്കാൻ എന്നെ കൊണ്ടാവുമെന്ന് ആര് പറഞ്ഞു? ഇഫ്രീത്ത് എന്ന് ജിന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ആരോപണം പറഞ്ഞു, ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതിക കാര്യങ്ങളിൽ ഒന്നും പിശാചുക്കൾക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്ന ധാരണയ്ക്ക് യാതൊരു തെളിവുമില്ല. അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവൃത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്നാണ് പിന്നെ പറയുന്നത്, ജിന്നുകളുടെ കൂട്ടത്തിലെ ഒരു മല്ലൻ പറഞ്ഞു, അങ്ങയുടെ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഞാനത് അങ്ങേക്ക് കൊണ്ടുവന്നു തരാം. സുലൈമാൻ നബിയുടെ സംഭവം വിശദീകരിക്കുകയാണ്. ദുർബോധനം നടത്തുകയല്ലാതെ ഈ ലോകത്ത് ജിന്നുകൾ മനുഷ്യരുമായി യാതൊരു ബന്ധവും പുലർത്തിയിട്ടില്ല എന്നൊരു പ്രസ്താവന ഇറക്കിയാൽ ഈ ചോദ്യം സ്വാഭാവികമായും വരും, സുലൈമാൻ നബിയുടെ സംഭവത്തിൽ ഇല്ലേ എന്ന്. ഒരു സാധനം വേണമെങ്കിൽ യമനിൽ നിന്ന് ഫലസ്തീനിൽ എത്തിക്കാൻ എന്നെ കൊണ്ടാവുമെന്ന് ആര് പറഞ്ഞു? ഇഫ്രീത്ത് എന്ന് ജിന്ന് പറഞ്ഞു. ശൈത്താൻ നമ്മളുടെ ജീവിതത്തിൽ ദുർബോധനം നടത്താനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് ബഹുമാന്യനായ സലാം സുലമി വിശദീകരിച്ചപ്പോൾ ചെറിയ മുണ്ടം എഴുതിയിട്ടുള്ളത് ദുർബോധനം നടത്തി മനുഷ്യന്റെ മനോഭാവം മാറ്റുക എന്നതല്ലാതെ ഭൗതിക കാര്യങ്ങളിലൊന്നും പിശാചുക്കൾക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്ന ധാരണക്ക് യാതൊരു തെളിവുമില്ല. എന്നാൽ അതിന്റെ തൊട്ട് താഴെ ആ വരിയോട് തന്നെ തുടർന്ന് ചെറിയ മുണ്ടം എഴുതിയിട്ടുള്ളത്, അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെ ഭൗതികമായ പ്രവർത്തികൾ ജിന്നുകൾ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. ജിന്നുകളുടെ കൂട്ടത്തിലെ ഒരു മല്ലൻ പറഞ്ഞു, അങ്ങയുടെ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പായി ഞാനത് അങ്ങേക്ക് കൊണ്ടുവന്നു തരാം. തീർച്ചയായും ഞാൻ അതിന് കഴിവുള്ളവനും വിശ്വസ്തനുമാകുന്നു. ഇനി നോക്ക്, ഈ പറയപ്പെട്ട ആളുകൾ തന്നെ ഇനിയും ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലേതാനും ചിലത് മാത്രം സമയത്തിന്റെ ദൗർബല്യ നിമിത്തം ഏതാനും ചിലത് മാത്രം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുകയാണ്. അതിലൊന്ന്, വാതിലടച്ചാൽ ശൈത്താൻ കാര്യമില്ല. പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ സന്ധ്യക്ക് അടഞ്ഞിട്ടാൽ പിന്നെ ശൈത്താനാണ് കയറുന്നത്. പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ സന്ധ്യക്ക് അടഞ്ഞിട്ടാൽ പിന്നെ ശൈത്താനാണ് കയറുന്നത്. ഇവരൊന്നും ഏതെങ്കിലും ഗാനമിന്റെ ചില പ്രാസംഗികന്മാർന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ആദ്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. വാതിലടച്ചാൽ വരാത്ത പിശാച് ഏതാ? അതിനാ ഞാൻ ആദ്യം നബിന്റെ സാഹത്ത് പ്രയോഗിച്ചത്, പൈസാന് വല്ല ഉപയോഗിച്ചത്. വാതിലടച്ചാലും കൂട്ടരെ മറ്റേ പിശാച് വരൂലേ? എന്താ ഈ വേശ്യാലത്തിലൊക്കെ എന്താ പഞ്ചനക്ഷത്രത്തിൽ എത്ര ഭദ്രമായിട്ട് വിചരിക്കണത്? അവിടെ പിശാച് വരുന്നില്ലേ? ആ വാതിലടച്ചാൽ വരാത്ത പിശാച് ഏതാ? ആ പിശാച്ച ഉദ്ദേശിക്കണത്. അത് ഉപദ്രവകാരികളെ കൊതുക്കും ജീവികൾക്കൊക്കെ പ്രയോഗിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ സന്ധ്യക്ക് അടഞ്ഞിട്ടാൽ പിന്നെ ശൈത്താനാണ് കയറുന്നത്. ആ ശൈത്താനിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്, സുഹൃത്തുക്കളെ, വാതിലുകൾ ബന്ധിപ്പിച്ചാൽ പിശാച് കടക്കുകയില്ല എന്ന് പ്രവാചകൻ ശേഷം ഉണർത്തുകയാണ്. വാതിൽ ബന്ധിപ്പിച്ചാൽ പ്രവേശിക്കാത്ത പിശാച് ഏതാണ്? ശകുത്താൻ ഏതാണ്? ജിന്നവർഗത്തിൽപ്പെട്ട അദൃശ്യ ശക്തിയാണോ? ഒരിക്കലുമല്ല. കാരണം ആ പിശാചിന് വായു പ്രവേശിക്കാൻ ഇടമുണ്ടെങ്കിൽ അതിലൂടെയും പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. വാതിലടച്ചാലും എത്രയോ ദോരങ്ങൾ വീട്ടിലും ഉണ്ടാവുമെന്നത് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. വായു പ്രവേശിക്കാൻ പഴുതില്ലെങ്കിൽ ആ വീട്ടിലെ ആളുകൾ മരണപ്പെടുമെന്നതും ഉറപ്പാണ്. അപ്പോൾ ഇവിടെ പ്രവാചകൻ ഉദ്ദേശിച്ചത് ഈ ഉപദ്രവകാരികളായ ജീവികൾ, സർപ്പങ്ങൾ, അതുപോലെ തന്നെ കൊതുക് പോലെയുള്ള വർഗമാണ് ഇവിടെ പ്രവാചകൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒന്നും സ്ത്രീകൾക്ക് ആപത്ത് പേടിക്കാനില്ല. അള്ളാഹു അവരെ കാത്തു രക്ഷിച്ചിട്ടുണ്ട്. പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ സന്ധ്യക്ക് അടഞ്ഞിട്ടാൽ പിന്നെ ശൈത്താനാണ് കയറുന്നത്. ആ ശൈത്താനിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്, ഇന്നഹു സുൽത്താനും അവരുടെ ആമനും ഇവർ
ഇവരൊന്നും ഏതെങ്കിലും കാനമിന്റെ ചില പ്രാസംഗികന്മാർ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? MT അബ്ദുറഹ്മാൻ മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാവല്ലെങ്കിൽ പിന്നെ ഇവരാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ? ഇനി നോക്ക്, ഈ പറയപ്പെട്ട ആളുകൾ തന്നെ ഇനിയും ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലേതാനും ചിലത് മാത്രം സമയത്തിന്റെ ദൗർബല്യ നിമിത്തം ഏതാനും ചിലത് മാത്രം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുകയാണ്. ശൈത്താനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മനുഷ്യനോടൊപ്പം നിൽക്കുന്നതാണ് ശൈത്താൻ എന്നാണ് ഖുർആൻ പറയുന്നത്. ശൈത്താനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മനുഷ്യനോടൊപ്പം നിൽക്കുന്നതാണ് ശൈത്താൻ എന്നാണ് ഖുർആൻ പറയുന്നത്. ഏതെങ്കിലും കാനമിന്റെ ചില പ്രാസംഗികന്മാർ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ഇനി നോക്ക്, ഈ പറയപ്പെട്ട ആളുകൾ തന്നെ ഇനിയും ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലേതാനും ചിലത് മാത്രം സമയത്തിന്റെ ദൗർബല്യ നിമിത്തം ഏതാനും ചിലത് മാത്രം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുകയാണ്. വലീപ്പയുടെ രൂപത്തിൽ വലീപ്പയുടെ ജിന്ന് പേരക്കുട്ടിയിൽ വരികയും ഹാജറാവുകയും വലിയുപ്പയുടെ കാര്യങ്ങളൊക്കെ പേരക്കുട്ടി പറയും. അതേ രീതിയിൽ പരിചയമുള്ള വ്യക്തി, പരിചയമില്ലാത്ത വ്യക്തികൾ, വിദേശത്തുള്ള വ്യക്തി, മരണപ്പെട്ടു പോയ വ്യക്തി, ഇവരുടെ രൂപത്തിലൊക്കെ ശൈത്താൻ ഹാജറാവുമെന്ന സംശുദ്ധീന്റെ വാദം. മദനിയല്ലേ നിങ്ങൾക്ക്, നിങ്ങളുടെ കൂടെയാണ്, റഊഫ് മദനി ഞങ്ങളുമായി തല്ലിലാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്നാൽ കേട്ടോ, റഊഫ് മദനിക്ക് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. എന്നാലും അങ്ങനെ പണ്ട് മരിച്ചുപോയ ഒരാളെ വർത്താനം ഇപ്പോഴത്തെ ഒരു കുട്ടി പറയാ. ദോഹയിൽ ഇപ്പൊ ഏതോ ഒരു റൂമിൽ താമസിക്കുന്ന ഒരുത്താൻ പണ്ടത്തെ ഷെയ്ഖിന്റെ വർത്താനം പറയാ. താൽ ഹിനാന്നെല്ലാം കൂടി പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ കൽപ്പിക്കാന്നെല്ലാം കൂടി പറയാ. എന്നിട്ട് ഞാൻ ഷെയ്ഖിന്നോനാന്നൊക്കെ പറയാ. അങ്ങനൊക്കെ ചില കഥകൾ കേൾക്കാറുണ്ടല്ലോ. അതങ്ങനെ സംഭവിക്കാം. നിങ്ങളിൽ ഓരോ മനുഷ്യനും മാമിൻ അഹദി മിൻകും ഇല്ലാഖദ് ഉക്കില ബിഹി ഖരീനുഹു മിനൽ ജിന്നി വ ഖരീനുഹു മിനശ് ശൈത്താൻ. ഓരോ ഖരീനുഹു മിനൽ മലായിക, ഓരോ മനുഷ്യന്റെ കൂടെയും ഒരു കൂട്ടുകാരൻ ഖരീനായി ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും സൃഷ്ടിച്ചിട്ടുണ്ടെന്നാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് വാദം കാണാം, അതെന്റെ കൂടെ ഒരു ശൈത്താണ്ട്, പക്ഷെ ഓൻ കീഴ്പ്പെട്ടു, എന്നോട് ഇപ്പൊ നല്ലതേ പറയുള്ളൂ. മനസ്സിലായില്ല? ഓരോ മനുഷ്യന്റെയും കൂടെ നന്മക്ക് പ്രേരിപ്പിക്കുന്ന ഒരു മലക്കും സഹചാരിയായിട്ടുണ്ട്, തിന്മക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ശൈത്താനും നമ്മളെ കൂടെ ഉണ്ട്. ഇവനെ കരീൻ എന്നാണ് പറയാറ്. ഞാൻ മരിക്കും, എന്റെ കരീൻ മരിക്കണം എന്നൊന്നുമില്ല. ആ കരീനിന്റെ സ്വഭാവം അറിയാം, രൂപം അറിയാം, വേഷം അറിയാം, നടത്തറിയാം, എല്ലാം അറിയാം. കാരണം അവന്റെ കൂടെ ജനിപ്പത്തിലുള്ളതാ. ഒരു പക്ഷേ ഈ കരീൻ എന്ന് പറയുന്ന ശൈത്താൻ മറ്റൊരാളിൽ അമിതമായി സ്വാധീനിച്ചിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കാം. ഇവരൊക്കെ വളരെ ആസൂത്രിതമായി ഈ വാദങ്ങളെ ന്യായീകരിക്കുകയും പിന്താങ്ങുകയുമാണ് ചെയ്യുന്നത്. ഇവരൊന്നും ഏതെങ്കിലും കാനമിന്റെ ചില പ്രാസംഗികന്മാർ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ഇനി നോക്ക്, ഈ പറയപ്പെട്ട ആളുകൾ തന്നെ ഇനിയും ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലേതാനും ചിലത് മാത്രം സമയത്തിന്റെ ദൗർബല്യ നിമിത്തം ഏതാനും ചിലത് മാത്രം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുകയാണ്. കാര്യങ്ങളെല്ലാം രാവിലെ മുതൽ പറഞ്ഞതാണ്. ഇതിന്റെ ഏറ്റവും അവസാന ഭാഗം, ഈ ഒരു ഭാഗത്തിന്റെ അള്ളാഹു പറഞ്ഞു, നിങ്ങളെ എപ്പോഴും എന്റെ തൃപ്തിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ പ്രതിജ്ഞയെടുത്ത ഒരു ശക്തി സമൂഹമാണ് ഇബ്ലീസ്. ഒരു ശക്തി സമൂഹമാണ്. അത് ഖുർആനിൽ പറഞ്ഞത് ഏകവചനത്തിലല്ല, അവനും അവന്റെ സംഘവും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഖുർആനിൽ വന്ന വാചകം. നിങ്ങളെ ഇബ്ലീസ് കാണുന്നു, അവന്റെ സംഘവും കാണുന്നു എന്നാണ്. ജുനൂദുഹു എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. അവന്റെ സൈന്യ വ്യൂഹവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യനെ വിശ്വാസത്തിൽ നിന്ന്, അവന്റെ മനസ്സ് സ്വീകരിച്ച യഥാർത്ഥ തൗഹീദിൽ നിന്ന്, അവൻ തേടിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് എങ്ങനെയൊക്കെ അവനെ വ്യതിചലിപ്പിക്കാം, ആ സാധ്യമായ മുഴുവൻ പഴുതുകളും ഉപയോഗിച്ച് ഞാൻ അവരെ തടയുന്നതാണെന്ന് റബ്ബിന്റെ മുൻപിൽ ഇബ്ലീസ് ശപഥം ചെയ്തത് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതുന്നു. ഞാൻ അവരെല്ലാം വഴിപഴപ്പിക്കുന്നതാണ്, മുഴുവൻ പേരെയും എന്ന് പറയുന്നത് നമുക്കറിയാം. ഇങ്ങനെ ഇബ്ലീസിനെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവനും അവന്റെ സംഘവും നിങ്ങളെ കാണുകയാണ്, നിങ്ങൾ അവനെ കാണുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ. എന്നിട്ട് വീണ്ടും അള്ളാഹു പറഞ്ഞു, എന്താണ് നിങ്ങളിൽ അവൻ ചെയ്യുന്ന രൂപം? അവൻ നിങ്ങളെ ഈ വ്യതിചലിപ്പിക്കാൻ, ഈമാനിൽ നിന്ന് തെറ്റിപ്പിക്കാൻ എന്താണ് ചെയ്യുക? അത് ഖുർആൻ പറഞ്ഞത്, അവൻ നിങ്ങളുടെ മുന്നിലൂടെ വരുന്നതാണ്. നേർക്ക് നേരെ മുന്നിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരും. പിൻഭാഗത്തുകൂടി നിങ്ങളെ സമീപിക്കാം, വലത് ഇടത് ഭാഗത്തുകൂടിയും വരാം. അതിന്റെ അർത്ഥം ഒരു മനുഷ്യന്റെ എല്ലാ ഭാഗത്തിലൂടെയും അവനിൽ പ്രവേശിക്കാം. അവന്റെ കർമ്മത്തിൽ, വിശ്വാസത്തിൽ, അവന്റെ നോട്ടത്തിൽ, അവന്റെ ചിന്തയിൽ, അവന്റെ മറ്റു ചില പെരുമാറ്റങ്ങളിൽ, എല്ലാ രംഗങ്ങളിലും അഷ്ടദിക്കിലൂടെ മനുഷ്യനിൽ ചെന്ന് എത്തുവാൻ ഇബ്ലീസിന് കഴിയുന്നു.
ഇതൊരു ഭാഗം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മുടെ ഈ വിഷയത്തിന്റെ യഥാർത്ഥം തുടങ്ങുക. നിശ്ചയം ഞാൻ അവരുടെ അടുത്ത് വന്നിട്ട് അവരുടെ മനസ്സിൽ ഞാൻ തോന്നിപ്പിക്കും. വല ഉമന്നിയന്നഹും, നിശ്ചയം ഞാൻ അവരെ ഇങ്ങനെ തോന്നിപ്പിക്കും. ഈ മന്ന എന്ന വാക്കിന്റെ അർത്ഥം കൊതിപ്പിക്കുക, ആഗ്രഹിപ്പിക്കുക എന്നാണ്. ഭാവനകൾ ഉണ്ടാക്കുക. മനസ്സിൽ ഇങ്ങനെ ഓരോ ഭാവനകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ നൽകും. ഖുർആനിലൊരു വാചകം പറഞ്ഞത് മനുഷ്യനെ എക്കാലത്തും നയിക്കുന്ന ഒരു ചിന്തയാണത്. വലവും അന്യന്നവും വലയു ഹവ്വിഫന്നവും, ഞാൻ അവരെ ഭയപ്പെടുത്തും. ഈ തോന്നലുകൾ വെറുതെ ഉണ്ടാക്കണതല്ല, തോന്നലുകൾക്ക് പിന്നിൽ ഞാൻ ഭയപ്പെടുത്തും. അങ്ങനെ ഭയപ്പെടുത്തുമ്പോൾ നിങ്ങൾ വീട് പണത് താമസിക്കുകയാണ് ഒരു ദിവസം. നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? 2 ദിവസം എന്റെ കുടുംബം കടന്നുറങ്ങിയില്ല. 2-3 ദിവസം ഞാൻ വേദന പോണ തീരം വേദനുണ്ടാവും. അപ്പൊ എന്നോട് 3-ാം ദിവസമാണ് ഇപ്പൊ അങ്ങളൊന്ന് പോകണ്ടെന്നാണ്. എന്താന്ന് വെച്ച് കോണിപ്പണി കൂടെ കൊടുക്കുന്നൊരു ശബ്ദം. ഞാൻ അപ്പൊ അയച്ചേക്കും കുട്ടികളെ കുട്ടികളല്ല ഇറ്റകള് പൈസാശ് ഉണ്ടാക്കിയെന്നെ വിചാരിച്ചത്. എനിക്കറിയാം എന്റെ ഒരു അഞ്ചന് എന്റെ കൂടെ ഒന്നിച്ചാ കിടക്കുക. ഓനിന് ചൂണ്ടിക്കാതെ അതാ പാമ്പ് എന്നറിയും. എനിക്കറിയാം എന്റെ ഒരു അഞ്ചന് എന്റെ കൂടെ ഒന്നിച്ചാ കിടക്കുക. ഓനിന് ചൂണ്ടിക്കാതെ അതാ പാമ്പ് എന്നറിയും. ഞാൻ പാമ്പ് അങ്ങനെ കാണൂല. മാനസിക ഖലീഫ ഉമർ പറയുന്നത് പിശാച്ചിന് ഒരിക്കലും പാമ്പാവാനും മറ്റും സാധിക്കൂല. പല തഹീലുണ്ടാക്കും, മനസ്സിൽ വസ്വാസം ഉണ്ടാക്കുക. നമുക്ക് ചിലപ്പോ കാട്ടാനെങ്ങനെ തോന്നും, കാട്ടാനുണ്ടാവില്ല. പ്രേതങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ പ്രേതത്തിൽ വിശ്വാസം കഴിഞ്ഞാൽ 3 മണിക്ക് നിങ്ങൾക്ക് അറിയോ, എന്റെ കൂടെ കിടക്കുന്ന ഭാര്യക്ക് 3 മണിക്ക് ചെന്നായിന്റെ ഒളിയുടെ ഇങ്ങനെ കേൾക്കും. നല്ല രാത്രി മുല്ലന്റെ വാസന എന്ന് കേൾക്കും, എനിക്ക് കാണൂല. പ്രേതത്തിൽ വിശ്വാസം കഴിഞ്ഞാൽ 3 മണിക്ക് നിങ്ങൾക്ക് അറിയോ, എന്റെ കൂടെ കിടക്കുന്ന ഭാര്യക്ക് 3 മണിക്ക് ചെന്നായിന്റെ ഒളിയുടെ ഇങ്ങനെ കേൾക്കും. നല്ല രാത്രി മുല്ലന്റെ വാസന എന്ന് കേൾക്കും, എനിക്ക് കാണൂല. അതേമാതിരി എന്റെ ഒരു 5 അനുഭവം ഉണ്ടായി. പാമ്പ് എന്നാണതാ ചൂണ്ടിക്കാണിക്കും. പാമ്പവിടെ പാമ്പുണ്ടാവില്ല. ആ മാനസികമായ ചില തോന്നൽ ഉണ്ടാക്കിച്ചാന്നല്ലാതെ രൂപാവാനും പറ്റൂല എന്നറിഞ്ഞു. തോന്നല മനുഷ്യ ദുർബല മനസ്സിലെ തോന്നലാണെന്നർത്ഥം. കടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു എന്തെന്നില്ലാത്ത 1ാമത്തെ ദിവസം തന്നെ കണ്ണങ്ങോട്ട് ചിമ്മിയപ്പോ മുതൽ ഒരു ജാതി സ്വപ്നങ്ങൾ. പിറ്റേ ദിവസവും അത് തന്നെ. അങ്ങനെ 2-3 ദിവസമായപ്പോ നിങ്ങൾക്ക് ആകെ ഒരു ഭീതിയായി. തോന്നൽ ഭയമാക്കി മാറ്റി. എന്നിട്ട് അതിന്റെ പ്രതിവിധി ആരാ കണ്ടെത്തിയത്? ഇബ്ലീസ് തന്നെ. ഇവിടെ മറ്റുള്ള സിഹിർ ചെയ്യുന്ന ആളുണ്ട്. ഓലെ ഞങ്ങൾ വെല്ലുവിളിച്ചത്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാല്ലെങ്കിൽ നിങ്ങളെക്കാൾ എനിക്കറിയാം. ഞാൻ അസ്മായുടെ കിതാബും തെൽസമാത്തിന്റെ കിതാബും ഓതിക്കണം. എനിക്കറിയാം സിഹിർ ചെയ്യുന്ന രീതി. നിങ്ങളെക്കാൾ കിതാബോധി പഠിച്ചിക്കണ്. തെൽസമാത്തിന്റെ കിതാബം വായിച്ചിക്കണ്, അസ്മായുടെ കിതാബം വായിച്ചിക്കണ്. സിഹിർ ചെയ്യുന്ന ഏർപ്പാട് എനിക്കറിയാം. അതിന്റെ പരിപാടി എനിക്കറിയാം, എന്താ ഏർപ്പാട് എന്നുള്ളത്. നമുക്കറിയാലോ എന്താണ് ഏർപ്പാട് എന്നുള്ളത്. പ്രേക്ഷകരെ തോന്നിപ്പിക്കാൻ വേണ്ടി ചെലവ് ചെയ്യും. ഇവിടെ പാല എന്നുള്ള മരാണ് യക്ഷിനെ അറിയപ്പോൾ ആ പാലെടുക്കും. ഗൾഫിൽ പാലറിയില്ല, അപ്പം വേറെ ഇരിക്കും. അവിടുത്തെ കൊച്ചുപോലെ ചെയ്യുക. പിന്നെ കോഴിമുട്ട എടുക്കും. എന്നാൽ അതിമേൽ എന്തെങ്കിലും എഴുതും. ആ കോഴിമുട്ടമേൽ ഏതെങ്കിലും മൂലാര മുട്ട തലമേൽ ഒരു സൂര്യൻ തന്നെയാ. ഈ കോഴിമുട്ടമേൽ എഴുതി നിങ്ങൾ എന്തെങ്കിലും വരുത്തി തീർക്കേണ്ട എന്താ എഴുതുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ കുപ്പി എടുക്കും. ചിലപ്പോൾ പോത്താന്തവനെ പിടിച്ചിട്ട് കാരമുള്ളോടെ കുപ്പി 4 വായിലിടും. ഇതൊക്കെ നിങ്ങൾ വാതിന്റെ അടുത്ത് കൊണ്ടുവിടുമ്പം ഭയപ്പെടുകയല്ലേ? അവൻ തന്നെയാണ് കൽപ്പിക്കുക. ഇതാണ് വിഷയം. ഇതിങ്ങനെ തോന്നലുണ്ടാക്കി ഭയപ്പാടുണ്ടാക്കി എന്നിട്ട് കൽപ്പിച്ചു. എന്നിട്ട് എന്താ അതിന്റെ ശേഷം പറഞ്ഞെന്നറിയോ? ഒലവു ഭക്തിക്കുന്ന ആദാനല്ല. നിശ്ചയം ഞാൻ അവരെ കൊണ്ട് കാലികൾ, അവർ വളർത്തുന്ന അവരുടെ തൊഴുത്തിലെ കന്നുകാലികളുടെ ചെവികൾ ഞാൻ മുറിപ്പിക്കും. അത് ഹോമത്തിന്റെ പണിയാണ്. ഞാൻ അവരെ വെറുതെ അവര് വളർത്തിയ കന്നുകാലി അവരുടെ തൊഴുത്തിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഈ തോന്നലും പേടിയും ഉണ്ടാക്കി പ്രതീതി നടത്തിയത് 7 ദിവസം ഹോമം ചെയ്യാനാണ്. അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അതിന് വാല് വേണം, അതിന് ചെവി വേണം, അരണ വേണം. അരണയെ ജീവനോടെ പള്ള കീറിയിട്ട് അതിനകത്ത് വസ്തുക്കൾ നിറച്ചിട്ട് ഈ കുഴിയിലിടണം. അങ്ങനെ പലതും ഉണ്ട്. ഇങ്ങനെ ജീവികളെ ഇങ്ങനെ നമ്മൾ കൊല്ലിക്കുന്ന ഏർപ്പാട് നാം ചെയ്യിക്കും. ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായ വിശ്വാസരാഹിത്യം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിം അല്ലാതായി എന്നർത്ഥം. നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചലനവും ജീവിതവും ഒക്കെ ഇബ്ലീസിന്റെ തോന്നലുകളിലായി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഇന്നമാ ദാലികുമു ശൈത്വാൻ. ഇതാണ് കേട്ടോ ഷൈത്താൻ എന്ന് പറഞ്ഞാൽ. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഇതാകുന്നു. അവനെ നിങ്ങൾ എന്തു ചെയ്യണം? ശത്രുവായി കാണണം. ഫത്തഹിദൂഹു അദുവൻ. നിങ്ങൾ അവനെ ശത്രുവായി കാണുക. ഒരിക്കലും ശത്രു നിങ്ങൾക്ക് നല്ലതുണ്ടാകണമെന്ന് ആഗ്രഹിക്കാറില്ല. നിങ്ങൾ രക്ഷപ്പെടണമെന്നും ആഗ്രഹിക്കാറില്ല.
എന്നിട്ടും നിങ്ങൾ ശത്രുവിനെയാണല്ലോ മിത്രമായി സ്വീകരിക്കുന്നത്. ഇതാണൊരു അത്ഭുതം. നമ്മുടെ ഏറ്റവും പ്രഖ്യാപിത ശത്രുവാണ്, പ്രത്യക്ഷ ശത്രുവാണ്. മുഴുവൻ സമയവും ഞാൻ നിങ്ങളുടെ ശത്രുവാകുന്നു എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തുകയും അള്ളാഹുവിന്റെ മുൻപിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തതാണ് ഇബ്ലീസ്. അതുകൊണ്ട് ഇബ്ലീസിന്റെ ഈ പ്രേരണയാണ് മനുഷ്യരില് എല്ലാവിധ ധാരണ പിശകുകളും ഉണ്ടാക്കുവാൻ സാഹചര്യമൊരുക്കിയത്, കളമൊരുക്കിയത്. എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും പിന്നിൽ ഈ തോന്നലുകളും ഭയപ്പാടുകളും ആ നിർദ്ദേശങ്ങളുമല്ലേ എന്ന് നിങ്ങൾ ഇനി ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവരൊന്നും ഏതെങ്കിലും കാനമിന്റെ ചില പ്രാസംഗികന്മാർ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ഇനി നോക്ക്, അതേ രീതിയിൽ തന്നെയാണ് 2001 ജൂൺ 15 വന്ന ഷബാബിലെ പിശാച് ബാധ യാഥാർത്ഥ്യമോ എന്ന ചോദ്യത്തിലെ ഉത്തരം കാര്യം ഞാനൊന്ന് വായിച്ചു തരാം. പ്രേതബാധയെന്നോ പുനർജന്മമെന്നോ പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് പിശാചുക്കളുമായി ബന്ധമില്ലെന്ന് ഉറപ്പിച്ചു പറയാനും ഖുർആനിലോ ഹദീസിലോ തെളിവില്ല. എന്നാൽ തന്റെ കൂട്ടാളിയായ മനുഷ്യൻ മരിച്ചാൽ പിശാച് പ്രേതമായി അലഞ്ഞു നടക്കുമെന്നോ കുട്ടികളെ ബാധിച്ച് പുനർജന്മമെന്ന് തോന്നുന്ന അവസ്ഥയുണ്ടാക്കുമെന്നോ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. പ്രാമാണികമായ ഹദീസുകളിലും ഈ കാര്യം പരാമർശിച്ചിട്ടില്ല. പ്രേതബാധയെന്നോ പുനർജന്മമെന്നോ പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് പിശാചുക്കളുമായി ബന്ധമില്ലെന്ന് ഉറപ്പിച്ചു പറയാനും ഖുർആനിലോ ഹദീസിലോ തെളിവില്ല. മനുഷ്യരെ തെറ്റായ വിശ്വാസങ്ങളിലേക്കും ധാരണകളിലേക്കും നയിക്കാൻ പിശാച് ശ്രമിക്കുമെന്ന കാര്യം അനേകം ഖുർആൻ വാക്യങ്ങൾ കൊണ്ട് സ്ഥാപിതമായിട്ടുണ്ട്. എന്നിട്ട് മൂപ്പരത് വായിച്ച സമയത്ത് ചില സ്ഥലങ്ങളിൽ സ്പീഡ് വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ തന്റെ കൂട്ടാളിയായ മനുഷ്യൻ മരിച്ചാൽ പിശാച് പ്രേതമായി അണിഞ്ഞിരുന്ന് നടക്കുമെന്നോ കുട്ടികളെ ബാധിച്ച് പുനർജന്മമെന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാക്കുമെന്നോ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല. സ്പീഡ് കൂടുതലാ. പ്രേതബാധയെന്നോ പുനർജന്മമെന്നോ പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് പിശാചുക്കളുമായി ബന്ധമില്ലെന്ന് ഉറപ്പിച്ചു പറയാനും ഖുർആനിലോ ഹദീസിലോ തെളിവില്ല. കാരണം വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. പിന്നെ സ്പീഡ് കുറച്ചിട്ട് പ്രാമാണികമായ ഹദീസുകൾ കാര്യം പരാമർശിച്ചിട്ടില്ല, അത് സ്പീഡ് കൂടിപ്പോയി. പിന്നെ സ്പീഡ് കുറച്ചിട്ട് മനുഷ്യരെ തെറ്റായ വിശ്വാസങ്ങളിലേക്കും ധാരണകളിലേക്കും നയിക്കാൻ പിശാച് ശ്രമിക്കുമെന്ന കാര്യം അനേകം ഖുർആൻ വാക്യങ്ങൾ കൊണ്ട് സ്ഥാപിതമായിട്ടുണ്ട്. അപ്പൊ ഇതാണ് വസ്തുത. പ്രേതബാധയെന്നോ പുനർജന്മമെന്നോ പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് പിശാചുക്കളുമായി ബന്ധമില്ലെന്ന് ഉറപ്പിച്ചു പറയാനും ഖുർആനിലോ ഹദീസിലോ തെളിവില്ല. വളരെ സ്ലോല പെട്ടെന്ന് അഭാവത്തിൽ വായിക്കുന്ന ഒരാൾക്ക് പ്രേതബാധ എന്ന് പറയുന്നത് ഖുർആൻ ഹദീസിന്റെ ഒക്കെ തെളിവുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ അടുത്തത് ഭയങ്കര സ്പീഡാണ് പോകുന്നത്. മനുഷ്യരായ വിശ്വാസങ്ങളിലേക്കും ധാരണകളിലേക്കും നയിക്കാൻ ശ്രമിക്കുന്ന കാര്യം അനേകം ഖുർആൻ വാക്യങ്ങൾ കൊണ്ട് സ്ഥാപിതമായിട്ടുണ്ട്. വളരെ സ്പീഡാണ് പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് പിശാചുക്കളുമായി ബന്ധമില്ലെന്ന് ഉറപ്പിച്ചു പറയാനും ഖുർആനിലോ ഹദീസിലോ തെളിവില്ല. മനുഷ്യൻ എന്നാൽ പ്രേതബാധയെന്നോ പുനർജന്മമെന്നോ പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് പിശാചുക്കളുമായി ബന്ധമില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ യാതൊരു ന്യായവുമില്ല. ഉറപ്പിച്ചു പറയാനും ഖുർആനിലോ ഹദീസിലോ തെളിവില്ല. മനുഷ്യരെ തെറ്റായ വിശ്വാസങ്ങളിലേക്കും ധാരണകളിലേക്കും നയിക്കാൻ പിശാച് ശ്രമിക്കുമെന്ന കാര്യം അനേകം ഖുർആൻ വാക്യങ്ങൾ കൊണ്ട് സ്ഥാപിതമായതാണ്. പ്രേതത്തിൽ വിശ്വാസം കഴിഞ്ഞാൽ 3 മണിക്ക് നിങ്ങൾക്ക് അറിയോ? എന്റെ കൂടെ കിടക്കുന്ന ഭാര്യക്ക് 3 മണിക്ക് ചെന്നായിന്റെ ഉള്ളിൽ ഇങ്ങനെ കേൾക്കും. നല്ല രാത്രി മുല്ലന്റെ വാസന കേൾക്കും, എനിക്ക് കാണൂല. അപ്പൊ ഇതാണ് വസ്തുത. ഇവരുടെ മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന, ഇവരെ നിയന്ത്രിക്കാൻ പോലും ആവാതെ, അതേസമയം ഈ വാദങ്ങൾ അംഗീകരിക്കാൻ പോലും ആവാതെ നിലകൊള്ളുന്ന ഇവരുടെ നേതൃത്വവും ഒരു ദയനീയ കാഴ്ചയായി മാറുകയാണ്. ഇനി നോക്ക്, ഈ പറയപ്പെട്ട ആളുകൾ തന്നെ ഇനിയും ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലേതാനും ചിലത് മാത്രം സമയത്തിന്റെ ദൗർബല്യ നിമിത്തം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുകയാണ്. പിശാച് മനുഷ്യനെ വഴിപിഴപ്പിക്കും എന്നും ഉപദ്രവിക്കുമെന്നും ഖുർആനും ഹദീസും പറയുന്നു. ഭൗതികമായ രീതിയിലാണോ അഭൗതികമായ രീതിയിലാണോ ഉപദ്രവിക്കുക എന്ന് വ്യക്തമാക്കാമോ? അതായത് ഞാൻ പറഞ്ഞ പിശാചിന് ശാരീരിക ഉപദ്രവമൊന്നും ചെയ്യാൻ പറ്റില്ല. ആത്മീയ എന്നാണ് തെറ്റ് ചെയ്യാൻ പ്രേരണ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വ്യക്തമായിട്ട് മനുഷ്യനെ വിലയിരുത്തിയ ആളുകൾ അവതരിപ്പിക്കുന്ന ആശയം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ ശുദ്ധമാക്കിയിട്ട് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കാതെ നിർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധമാക്കാതെ നിർത്താൻ കഴിയില്ല, നിർത്തിയിട്ട് കാര്യമില്ല.
മനുഷ്യന്റെ വിശുദ്ധി, അവന്റെ ആരോഗ്യം, അവന്റെ സ്വസ്ഥത എന്നൊക്കെ പറയുന്നത് അത് ഒരു സമഗ്രമായ ഒരു കാര്യമാണെന്ന്. സമഗ്രം എന്ന് പറഞ്ഞാൽ ആത്മീയം മാത്രമായ ഒരു ചികിത്സ കൊണ്ട് മനുഷ്യന്റെ രോഗം മാറ്റാൻ പറ്റില്ല. മാനസികമായ ചികിത്സ കൊണ്ട് മാത്രം മനുഷ്യന്റെ രോഗം മാറ്റാൻ പറ്റില്ല. ശാരീരികമായ ചികിത്സ കൊണ്ട് മാത്രം മനുഷ്യന്റെ രോഗം മാറ്റാൻ പറ്റില്ല. മനുഷ്യന്റെ മൗലികമായ രോഗങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഒരു സമഗ്ര ചികിത്സ വേണം. സമഗ്ര ചികിത്സ എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ രോഗങ്ങൾ മാറണം, മനസ്സിന്റെ രോഗങ്ങൾ മാറണം, ശരീരത്തിന്റെ രോഗങ്ങൾ മാറണം. എങ്കിലേ ആ ചികിത്സയെ ഷിഫ, ആ ചികിത്സയിലൂടെ കിട്ടുന്ന കാര്യത്തെ ഷിഫ, പൂർണ്ണ ശമനം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ മനസ്സ്, ആത്മാവ്, ശരീരം എന്നൊക്കെ പറയുന്നത് വെള്ളം കടക്കാത്ത അറകളല്ല. അതൊക്കെ അന്യോന്യം അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ സമ്പൂർണ്ണ ശമനം ഉണ്ടാകണമെങ്കിൽ ആത്മാവിനെ ബാധിക്കുന്ന സകല രോഗങ്ങളും ചികിത്സിച്ച് മാറ്റണം, മനസ്സിനെ ബാധിക്കുന്ന സകല രോഗങ്ങളും ചികിത്സിച്ച് മാറ്റണം, ശരീരത്തെ ബാധിക്കുന്ന സകല രോഗങ്ങളും ചികിത്സിച്ച് മാറ്റണം. ഇങ്ങനെയുള്ള സമ്പൂർണമായ ചികിത്സ നൽകുന്ന ശമന ഔഷധമാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന വചനത്തിലൂടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരൊന്നും ഏതെങ്കിലും കാനമിന്റെ ചില പ്രാസംഗികന്മാർന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ഇനി നോക്ക്, ഈ ആദമിന്റെ മക്കളെ, മനുഷ്യരെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളോട് ഞാൻ ഒരു കരാറ് വാങ്ങിയിട്ടില്ലേ? ശൈത്താൻ ആരാധിക്കരുത് എന്ന്, ശൈത്താനെ പൂജിക്കരുത് എന്ന് കരാറ് വാങ്ങിയിട്ടില്ലേ? നിങ്ങൾ എന്നിട്ട് ശൈത്താനെ പൂജിക്കണം. തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അതാണ് ശരിയായ മാർഗം. ശൈത്താൻ വ്യക്തമായ ശത്രുവാണ് എന്നും നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്നുമാണല്ലോ അള്ളാഹു പറയുന്നത്. അപ്പോ ശൈത്താൻ നമ്മുടെ ശത്രുവാണ്. യഥാർത്ഥ ശത്രുവിനെ കുറിച്ചുള്ള അറിവും ബോധവുമില്ലെങ്കിൽ ശത്രുവിന്റെ മുമ്പിൽ പരാജിതരാവുക സ്വാഭാവികമല്ല. എങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത നമ്മുടെ മുഖ്യ ശത്രുവായ പിശാചിനെ കുറിച്ചുള്ള അറിവ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമല്ലാതെ നമുക്ക് ലഭിക്കുക സാധ്യമാണോ? സത്യവിശ്വാസികളെ, നിങ്ങൾ പരിപൂർണമായി കീഴ്വണക്കത്തിൽ പ്രവേശിക്കുക. പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. എന്നാൽ ഖുർആനിലും ഹദീസിലും വന്ന പരാമർശങ്ങളെ നമ്മുടെ പണ്ഡിതന്മാർക്കുള്ള വിയോജിപ്പ് എത്രമാത്രം അപകടകരം. സഹീഹുൽ ബുഖാരി നമ്മുടെ പണ്ഡിതന്മാർക്ക് എന്ത് സംഭവിച്ചു? തുടർന്ന് കാണുക. സിഹിറിന്റെ ഹദീസുകൾ സഹീഹ് അല്ലെങ്കിൽ അവ ഒന്നുകിൽ ലഈഫ് ആകണം, അല്ലെങ്കിൽ മൗദൂ ആകണം. അങ്ങനെയാണെങ്കിൽ ആ സനദിലെ റിപ്പോർട്ടർമാരിൽ ഒരാൾ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ എല്ലാവരും കള്ളം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സനദിലുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹദീസും തള്ളേണ്ടേ? നമ്മളത് നേരത്തെ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് ഇവർക്ക് സംഭവിച്ചിട്ടുള്ള വ്യതിയാനം പറഞ്ഞിരുന്നു. ഖുർആനിന് വിരുദ്ധമായിട്ട് ഒരു ഹദീസ് എത്ര വിശ്വസ്തൻ റിപ്പോർട്ട് ചെയ്താൽ പോലും അത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഹദീസ് നിദാന ശാസ്ത്രത്തിലെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ഹദീസ് സ്വീകരിക്കുന്നിടത്ത് ഇതേ ചോദ്യം റൌഫ് മദനിയോടാണെങ്കിൽ അലി മദനിയുടെ മറുപടിക്ക് മറുപടിയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. സിഹിറിന്റെ ഹദീസുകൾ സഹീഹ് അല്ലെങ്കിൽ അവ ഒന്നുകിൽ ലഈഫ് ആകണം, അല്ലെങ്കിൽ മൗദൂ ആകണം. അങ്ങനെയാണെങ്കിൽ ആ സനദിലെ റിപ്പോർട്ടർമാരിൽ ഒരാൾ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ എല്ലാവരും കള്ളം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സനദിലുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹദീസും തള്ളേണ്ടേ? ഇമാം ബുഖാരി അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ്, ഖുർആന് നിരക്കാത്ത ഒരു ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു എന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ അയാൾ കള്ളനാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവനാ. അയാൾ ഒരൊറ്റ ഹദീസ് സ്വീകരിക്കരുത്. അല്ലേ? മനഃപൂർവ്വം ഖുർആന് ധിക്കാരമാകുന്ന, ഖുർആനെതിരാകുന്ന ഒരു വാചകം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്താൽ പിന്നെ ആ പുസ്തകം ചവറ്റുകൊട്ടയില്ല. ആ ഹദീസല്ല, ആ പുസ്തകമേ വലിച്ചെറിയണം. ആ സാധ്യതയില്ല. പിന്നെ അയാൾക്ക് അബദ്ധം പറ്റണം, വിവരമില്ലാഞ്ഞിട്ട് അബദ്ധം പറ്റണം. ഇമാം ബുഖാരിയെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് സമയം മതിയാവില്ല. ഖബറുൽ വാഹിദ്, അത് ഹദീസിന്റെ നിദാന ശാസ്ത്രമനുസരിച്ചുള്ള ഒരു സാങ്കേതിക പ്രയോഗമാണ്. ഖബറുൽ വാഹിദ് കർമ്മകാര്യങ്ങൾക്ക് മാത്രമാണ് അനുവദനീയമാവുക എന്ന ഒരു അധ്യായം ബുഖാരിയിലുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ സിഹിറിന്റെ ഹദീസ് വിശ്വാസകാര്യങ്ങൾക്ക് പറ്റില്ല എന്നും പറഞ്ഞാൽ ശരിയാകുമോ? പിന്നീട് ഇവർ ഉദ്ധരിക്കാനുള്ള ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസാണ് നബിക്ക് സിഹിർ ബാധിച്ചെന്ന് പറയുന്നത്. ഈ അടിസ്ഥാനപരമായ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഒറ്റപ്പെട്ട ഹദീസ് തെളിവാക്കാൻ പറ്റൂല എന്നാണ്.
അപ്പൊ നബിമാർ എത്രത്തോളം സുന്നികൾ തന്നെ പ്രസിദ്ധീകരിച്ച ജൗഹറത്തു തൗഹീദ് എന്ന് പറയും. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണെന്നറിയുന്നത്? മമ്പുറം തങ്ങൾ വരെ പ്രശംസിച്ച ഗ്രന്ഥമാണ് അത് ജൗഹറത്തു തൗഹീദ്. അതിനെ പരിഭാഷപ്പെടുന്ന ചെമ്മാട് സുന്നി പബ്ലിക്കേഷൻ. അതിൽ പറയുന്നത് നബിമാരുടെ എണ്ണം വരെ പറയണമെങ്കിൽ ഖുർആാനോ മുത്തവാത്തറായ ഹദീസോ വേണമെന്ന് ധാരാളം സഹാബത്ത് നബിയിൽ ഉദ്ധരിക്കണം. അതേ അവസരത്തിൽ ഇത് ഒറ്റപ്പെട്ട ഹദീസാണ്. നബി സിഹിർ വലിക്കുമെന്നുള്ളതൊരു വിശ്വാസകാര്യാണ്, നബിമാർക്ക് വലിക്കുമെന്നുള്ളത് അതിലും ഉപരിയായ വിശ്വാസകാര്യാണ്. അതുകൊണ്ട് ഈ ഹദീസ് ഇത്തരം അഖീദപരമായ വിശ്വാസകാര്യങ്ങൾക്ക് അത് തെളിവുദ്ധരിക്കാൻ പറ്റൂല. ആ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിനെതിരായിട്ട് ഹദീസുകൾ കണ്ടാൽ ഉസൂൽ ഹദീസിന്റെ ഹദീസ് പണ്ഡിതന്മാരെന്നെ പറഞ്ഞത് അത് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്ക് ആ റിപ്പോർട്ട് നമ്മൾ അംഗീകരിക്കുന്ന ഒരിക്കലും ശരിയല്ല. മറ്റൊന്ന് അതോടെ അതേ വിഷയം തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ബാധിച്ചു വന്ന ഹദീസ് ഖുർആൻ എതിരാണ്, അതിനാൽ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ?